ശബരിമലയുടെ ചരിത്രം ശരിക്കും കേരളത്തിൻ്റെ പിന്നെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് എന്നാണ് നമുക്ക് നമ്മുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. ഒന്ന്, നമ്മുടെ ഈ പശ്ചിമഘട്ടം നമ്മളെ യഥാർത്ഥത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിന് ഒറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, ഒരു സാംസ്കാരിക സമന്വയത്തിന് വഴിതിരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേ റിപ്പോർട്ടിൽ 21 മലമ്പാതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അരുവാമൊഴി മുതൽ നമ്മൾ ഏതാണ്ട് വയനാട് വരെയുള്ള പ്രദേശങ്ങളിൽ 21 മലമ്പാതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 21 മലമ്പാതകളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കാണാം. നമ്മൾ മംഗളാദേവി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ ആരുവാമൊഴിയിലെ കാണുന്ന നിലപ്പാറ ശാസ്താക്ഷേത്രം, വലിയ പിന്നെ വഴിയിൽ ഒരു ശാസ്താക്ഷേത്രം, ഇവിടെ നമ്മുടെ ആര്യങ്കോട്, പിന്നെ ആര്യനാട്ടുള്ള പുളിമൂട്ടി അപ്പോൾ ഏറെക്കുറെ എല്ലാം ശാസ്താക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിൻ്റെ അപൂർവ ഉൽപ്പന്നമായ കുരുമുളകാണ്. ഈ കുരുമുളക് വാങ്ങാൻ വേണ്ടി നമ്മുടെ കിഴക്ക് ഭാഗത്തു നിന്നും കടൽ വഴിയും നിരവധി കച്ചവടം, യൂറോപ്യന്മാർ, അറബികൾ, യഹൂദർ, സിറിയൻ ക്രിസ്ത്യാനികൾ, പിന്നെ മഗധക്കാർ, തമിഴർ, അങ്ങനെ നാനാ ദേശത്തുള്ള നാനാ വിധത്തിലുള്ള ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ ചവിട്ടി തെളിച്ച വഴിയാകാം ഈ 21 വഴികൾ. അതല്ലെങ്കിൽ ഒരു ബുദ്ധമത സ്വാധീനം നമുക്ക് വ്യക്തമായി കാണാം. അത് BC 256 അശോകൻ്റെ ഒരു ശിലാശാസനം ഗുജറാത്തിലെ ഗിർനാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് അദ്ദേഹം പ്രധാനമായി പറയുന്നത് കേതലബുദ്ധോ, ചോടബുദ്ധോ, പാണ്ഡ്യബുദ്ധോ, സതീയബുദ്ധോ തുടങ്ങിയ 4 ദേശങ്ങളിലേക്ക് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ആവശ്യമുള്ള ഔഷധങ്ങളുമായി സന്യാസിമാരെ അയക്കുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട്. BC 256 ശാസനമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളപുത്തം കേരളപുത്രമാണെന്നുള്ളതിന് സംശയമില്ല. സതീയപുത്തം ആയിരാജ്യം തെക്കൻ തിരുവിതാംകൂറാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ അവർ ചവിട്ടി തെളിച്ച വഴിയും ആകാം. രണ്ടായാലും കച്ചവടക്കാർ വഴിയോ ബുദ്ധമതം വഴിയോ ആകണം ഈ മലമ്പാതകൾ തെളിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളെ ബോധ്യം വരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ കച്ചവടക്കാരെ നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് കച്ചവടക്കാർക്കൊരു പ്രാധാന്യം വരുന്നതിന്, ക്ഷേത്രങ്ങളുമായി ബന്ധം വരുന്നതിന് നമുക്ക് ഈ ഫോക്ക്ലോറിനെ ആധാരമാക്കാനുണ്ട്. ഇപ്പോൾ ചരിത്രത്തിൽ എപ്പോഴും ഈ വിട്ടുപോയ കണ്ണികൾ നമ്മൾ കൂട്ടിച്ചേർക്കാൻ ഫോക്ക്ലോറിനെ ബന്ധപ്പെടുത്താറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 3-4 ആര്യ ശബ്ദങ്ങൾ, ആര്യങ്കോട്, ആരുവാമൊഴി, ആര്യാട് തുടങ്ങിയ ആര്യ ശബ്ദങ്ങൾ മുഴുവൻ ബുദ്ധനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ബുദ്ധമതം രൂപം കൊള്ളുന്നത് 4 ആര്യസത്യങ്ങളിൽ നിന്നാണ്. അത് ബുദ്ധൻ തന്നെ പറഞ്ഞ പദമാണ് ആര്യസത്യം. ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, അഷ്ടമാർഗ്ഗം, ഇതാണ് 4 ആര്യസത്യങ്ങൾ. ഈ ആര്യസത്യം ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് തമിഴർ ഏറ്റെടുത്തപ്പോൾ അത് ആര്യ എന്നുള്ളത് അയ്യ എന്നായി മാറി. കാര്യം ഈ ആര്യ എന്ന ശബ്ദം ബുദ്ധൻ സ്വീകരിച്ച ഭാഷയായ പാലിയിൽ രേഫം ഇല്ല, അവിടെ ജായാണ് പകരം. അങ്ങനെ ആര്യശബ്ദങ്ങളുമായി വന്നവരെല്ലാം അജ്ജന്മാരായി. ഈ അജ്ജന്മാർ തമിഴകത്ത് വന്നപ്പോൾ തമിഴ്നാട്ടിൽ ജായില്ല, അങ്ങനെ അയ്യനായി. അപ്പോൾ ഒരു സന്യാസി അയ്യൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ബഹുമാന സൂചകമായി ഇർപ്രത്യയം ചേർത്ത് അയ്യനാർ എന്ന് വിളിച്ചു. ഇതൊരു വെറും ഒരു സങ്കല്പം മാത്രമല്ല. നമ്മൾ തെക്കൻ തമിഴ്നാട്ടിൽ ഏതാണ്ട് 1000-ലേറെ അയ്യനാർ ക്ഷേത്രങ്ങളെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഈ അയ്യനാർ മല കിടന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? നമുക്കൊരു സവിശേഷതയുണ്ട്. നമ്മുടെ ദേവന്മാരെല്ലാം അപ്പന്മാരും നമ്മൾ ദേവിമാരെല്ലാം അമ്മമാരുമാണ്. ഇപ്പോൾ ആറ്റുകാലമ്മ, കൊടുങ്ങല്ലൂരമ്മ തുടങ്ങിയ അമ്മമാരും, ഏറ്റുമാനൂരപ്പൻ, വൈക്കത്തപ്പൻ, വായില്ല കുന്നിലപ്പൻ, ഗുരുവായൂരപ്പൻ തുടങ്ങിയ അപ്പന്മാരും നമുക്ക്. അപ്പോൾ ശ്രേഷ്ഠ ദേവന്മാർ, ശ്രേഷ്ഠ ക്ഷേത്രങ്ങളിലെ ദേവന്മാരെല്ലാം നമുക്ക് അപ്പന്മാരാണ്. അങ്ങനെ അയ്യനാവുകയും അയ്യപ്പനായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ അയ്യപ്പ സങ്കല്പം രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് റൂട്ടാണ് നമുക്കിതിൽ കാണിക്കുന്നത്. ഒരു ഉദാഹരണമാണ് ശബരിമലയിൽ ഉത്സവം ആരംഭിക്കുന്നത് വൃശ്ചികം 1 മുതൽ ഏതാണ്ട് മകരം 2-3 കൂടി അത് അവസാനിക്കുകയാണ്. കുരുമുളകിന് വേണ്ടിയാണ് ലോകത്തുള്ള മനുഷ്യ കച്ചവട സമൂഹം എല്ലാം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ കുരുമുളക് പാകമാകുന്ന കാലം, കുരുമുളക് ഉണക്കിയെടുക്കാവുന്ന കാലം, അനുകൂലമായ കാലാവസ്ഥ, ഇതൊക്കെ ശബരിമല ഉത്സവവുമായും
കുരുമുളകിൻ്റെ ഉൽപ്പാദന കാലവുമായി ബന്ധപ്പെട്ട്. ഇതാണ് അതിൻ്റെ മറ്റൊരു തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ കുടുസ് മലകളിലൂടെ ഈ വഴികളിലൂടെ അവരെങ്ങനെയാവാൻ വന്നിട്ടുള്ളാവുക? വരാനുള്ള സാധ്യത അന്ന് പൊതിക്കാളകൾ എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിലൂടെയാണ് അവർ വരിക. പൊതിക്കാളകൾ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കാളയുടെ ഇരുവശത്തുമായി തുല്യ ഭാരമുള്ള ചരക്കുകൾ കെട്ടിയിട്ട് തെളിച്ചുകൊണ്ട് പോകും. നമ്മൾ കഴുത ഉപയോഗിക്കുന്നത്. കഴുത കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാര്യം 2 മൺസൂൺ കൃത്യമായിട്ടുള്ളതുകൊണ്ട് ഇതിന് കുളമ്പ് രോഗവും തൊലിപ്പുറമെ അസുഖം വരുമെന്നുള്ളതുകൊണ്ട് കഴുത ഇവിടെ വ്യാപകമല്ല. പകരം ഉപയോഗിക്കുന്നത് കാളയാണ്. അപ്പോൾ ഈ കാളയെ കൊണ്ട് 1ഉം 2ഉം അല്ല, 10,000-കണക്കിന് കാളകളാണ് ഒന്നിച്ച് വരിക. ഈ 10,000-കണക്കിന് കാളകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊള്ളക്കാരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കൂടിയാണ്. അപ്പോൾ ഈ കാളകളെ ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കാളയ്ക്ക് വിശ്രമം വേണം, അതിന് വിശാലമായ സ്ഥലം വേണം, കുടിക്കാൻ വെള്ളം, ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തെ അത് ക്യാമ്പ് ചെയ്യുള്ളൂ. അങ്ങനൊരു സ്ഥലം ശബരിമല റൂട്ടിൽ കിടപ്പുണ്ട്. കാളകെട്ടി അഴുതാ നദിയുടെ തീരമാണ്, വളരെ വിശാലമായ പറമ്പാണ്, എത്ര കാളകളെ വേണമെങ്കിലും കെട്ടി വിശ്രമിക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം. അപ്പോൾ ഇങ്ങനെ നിരവധി തെളിവുകളുണ്ട്. മറ്റൊന്ന്, നമ്മൾ ശബരിമലയിൽ നിന്ന് എരുമേലിപ്പേട്ട വരെ, എരുമേലി എന്നല്ല അതിൻ്റെ പേര്, എരുമേലിപ്പേട്ട എന്നാണ് പഴയ പേര്, രേഖകളിലൊക്കെ എരുമേലിപ്പേട്ട. നമ്മൾ തമിഴ് സെറ്റിൽമെൻ്റ് ഒരു ശക്തമായ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. വെള്ളാളർ, ചെട്ടിമാർ, തമിഴ് ബ്രാഹ്മണരൊക്കെ. ഇതിന് മറ്റൊരു തെളിവുള്ളത് 1504 കൊല്ലത്ത് റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് ഗവർണറെ നിയമിക്കുന്നുണ്ട്. ഈ പോർട്ടുഗീസ് ഗവർണർ കൊല്ലത്തെ റാണിയോട് കച്ചവടത്തിനുള്ള അനുവാദം ചോദിച്ചു. റാണി അനുവാദവും കൊടുത്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് ബ്രാഹ്മണരായ കച്ചവടക്കാർ ഇവിടെ വന്ന് കുരുമുളക് വാങ്ങിക്കൊണ്ടു പോകുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നില്ല, അതുകൊണ്ട് ഈ തമിഴ് ബ്രാഹ്മണരെ നിരോധിക്കണം എന്നൊരു നിർദ്ദേശം റോഡ്രിക്സ് കൊല്ലം റാണിയുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ കൊല്ലം റാണി അവർ പറഞ്ഞു, അവർ ബ്രാഹ്മണരാണ്, അവരെ നിയന്ത്രിക്കാനുള്ള അവകാശവും അധികാരവും ഒന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം. ഒരയഞ്ഞ നിലപാടാണ് റാണി എടുത്തത്. ഈ റോഡ്രിക്സ് 50 ബ്രാഹ്മണരെ പിടിച്ചുകെട്ടി കഴുത്ത് വെട്ടുകയും 5000 കാളകളെ പിടിച്ചെടുക്കുകയും കടൽ വഴി കച്ചവടം നടത്തിയിരുന്ന 14 മുസ്ലിങ്ങളെ വകവരുത്തുകയും വള്ളങ്ങൾ മുക്കുകയും ചെയ്തതായി അവരുടെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അന്നിവിടെ കച്ചവടം നടത്തിയിരുന്നത് കടൽ വഴി മുസ്ലിങ്ങളും അല്ലെങ്കിൽ കായൽ വഴി മുസ്ലിങ്ങളും മല വഴി തമിഴ് ബ്രാഹ്മണരുമായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ബാക്കി പത്രം തന്നെയാകാം ക്ഷേത്രം എന്നാണ് വിശ്വസിക്കാൻ നമ്മളെ ചരിത്രരേഖകൾ പ്രേരിപ്പിക്കുന്നത്.